നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയത്ത് പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മരിച്ചത് പാലക്കാട് പുതുപ്പള്ളി സ്വദേശികളായ 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ, 16-കാരൻ മുഹമ്മദ് ആദിൽ എന്നിവർ. കഴിഞ്ഞ ദിവസം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇന്നു രാവിലെ. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. അകമലയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഈ മാസം ഇത് 2ാം തവണ. വാർത്തകൾ വിശദമായി. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും താൻ പ്രതികരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സമയമാണ്. പാർട്ടി ഒറ്റക്കെട്ടായി പോകേണ്ട ഘട്ടമാണിതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ്. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. ഡാം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ പുതുപ്പള്ളി തെരുവ് സ്വദേശികളായ 16 വയസ്സുള്ള മുഹമ്മദ് ആദിൽ, 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ എന്നിവരാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയ ഇരുവരും തെക്കേ മലമ്പുഴ ഭാഗത്തെ റിസർവോയറിൽ വീഴുകയായിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും ഇരുവരെയും കാണാതായതിനെ തുടർന്ന് പോലീസ് ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി നടത്തിയ പരിശോധനയിൽ ഡാം പരിസരത്ത് ഇരുവരുടെയും വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ മൃതദേഹം കണ്ടെടുത്തു. മലമ്പുഴ പോലീസിൻ്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കഴിഞ്ഞ രാത്രി കാട്ടാനകളിറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചത്. ഈ മാസം 2ാം തവണയാണ് അകമല ജനവാസ മേഖലയിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. വടക്കാഞ്ചേരി ചേപ്പലക്കോട്, പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കർഷകരായ ജിജോ പാലത്തിങ്കൽ, സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രമ ഈച്ചരത്ത്, രത്നാകരൻ കക്കൂത്ത് എന്നിവരുടെ പറമ്പിലെ മുഴുവൻ വാഴകൃഷിയും കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. പലരുടെയും തൊടിയുടെ അതിർത്തിവേലികളും നശിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്ത് കാട്ടാനകളിറങ്ങിയാൽ അവയെ കാടുകയറ്റാൻ RRT സംവിധാനമില്ലാത്തത് പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പട്ടാണിക്കാട് മേഖലയിൽ വൈദ്യുതവേലി സ്ഥാപിക്കൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കമ്മീഷൻ ചെയ്യാത്തതും മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചികിത്സയിൽ കഴിയുന്ന പാഞ്ഞാൾ കിള്ളിമംഗലം ഉതുവടിയിലെ വ്യാപാരിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായഹസ്തം. സമിതിയുടെ തൃശൂർ ജില്ലാ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം എത്തിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ യൂണിറ്റിൽ അംഗമായ കിള്ളിമംഗലം ഉതുവടിയിൽ വ്യാപാരം നടത്തുന്ന ഷമീർ ഹസനാണ് സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് ഷമീർ ഹസൻ. 1 ലക്ഷം രൂപയുടെ ചെക്ക് തൃശൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് P. നാരായണൻകുട്ടി, യൂണിറ്റ് പ്രസിഡന്റ് KP ഗോപാലൻ, ജനറൽ സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം, ട്രഷറർ KM മുസ്തഫ,
ഭാരവാഹികളായ PM ഷംസുദ്ദീൻ, UK അബ്ദുൽ നാസർ, രാമൻകുട്ടി, അബൂബക്കർ, ഇബ്രാഹിം എന്നിവർ ചേർന്ന് വീട്ടിലെത്തി ഷമീർ ഹസന് കൈമാറി. ഭദ്രം എന്നുള്ള പദ്ധതിയാണ് ആദ്യം നടപ്പിൽ വരുത്തിയത്, ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി. അതിൽ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സഭയുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ പങ്കാളികളാവാൻ കഴിയൂ. ഇതിലെ അംഗങ്ങളല്ലാത്തവർക്ക്, സംഘടന അംഗങ്ങളല്ലാത്തവർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല. അങ്ങനെ ചേർന്നിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു സഹായം ചെയ്യുന്നത് വെച്ചാൽ മരണാനന്തരം 10 ലക്ഷം രൂപയും, അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വല്ല അസുഖങ്ങളൊക്കെ അസുഖത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ അതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബൈലോയിൽ പറയുന്ന രീതിയിലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ചികിത്സാ സഹായം കൊടുക്കും. അതിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി, അല്ലെങ്കിൽ ക്യാൻസറായിട്ട് വരുന്നു, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ നമ്മൾ സ്കീമുണ്ട്. ആ സ്കീമിനനുസരിച്ചുള്ള ഇദ്ദേഹത്തിന് എന്തോ നമ്മുടെ എന്താ പറയുക ഒരു സ്ട്രോക്ക്, കാലക്കേട് എന്തോ ഒരു സ്ട്രോക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു താങ്ങായിട്ട് സംഘടന കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഇതൊന്നും നേരത്തെ നമ്മളാരും കരുതി കൂട്ടിയിട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ, ചെയ്തിരുന്നതല്ലോ. പക്ഷെ ഇങ്ങനൊരു സ്കീം വന്നു, അത് വരാനുള്ള ഒരുപാട് പശ്ചാത്തലം ഉണ്ടായി. ചെറിയൊരു പശ്ചാത്തലം പൈങ്കുളത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് പ്രിയദർശിനി ജനകീയ കൂട്ടായ്മ മങ്കരയിലെ ചേറ്റൂർ സ്മൃതി കുടീരം സന്ദർശിച്ചു. ഭാരവാഹികൾ സർ C. ശങ്കരൻ നായരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രിയദർശിനി ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ ചേറ്റൂരിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ജനകീയവേദി പ്രസിഡന്റ് ഉമ്മർ എരമംഗലം, ജനറൽ സെക്രട്ടറി TK ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ, ഷംസുദ്ദീൻ മങ്കര, ഗഫൂർ മാറഞ്ചേരി, ശശി വാരനാട്, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, ഇലിയാസ് മങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുണ്ടൂരിൽ ഓട്ടോ ടാക്സി യൂണിയൻ നേതാവായിരുന്ന സുധീഷ് മുണ്ടൂരിനെ CITU അനുസ്മരിച്ചു. 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയത്. മുണ്ടൂർ കൂട്ടുപാതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മണ്ണിലേക്ക് കൈയും വീശി വന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു അതിക്രമം നടത്താനുള്ള വിശ്വാസമുണ്ടാവാത്ത വിധമുള്ള പ്രതികരണം ഉണ്ടാവണമെന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുകയും ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയും ചെയ്യും. നമ്മുടെ സൈന്യം മാതൃകാപരമായിട്ടാണ് മെയ് മാസം 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ തിരിച്ചടി നടത്തിയത്. പാകിസ്ഥാന്റെ ചില തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ബഹാവൻപൂരിൽ, ഗുരുദിക്കയിൽ, മൊറാദാബാദിൽ ഒക്കെയുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. A. വിനോദ് അധ്യക്ഷത വഹിച്ചു. PV രാജൻ, ഏരിയ കമ്മിറ്റി അംഗം H. സുൽഫീക്കർ, സുരേഷ് മുണ്ടൂർ, TK രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KV പ്രശോഭ്, V. ലക്ഷ്മണൻ, OC ശിവൻ എന്നിവർ സംസാരിച്ചു. സുധീഷ് അനുസ്മരണത്തോടനുബന്ധിച്ച് SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഫുട്ബോൾ പരിശീലിക്കുന്ന 50 കുട്ടികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. രാവിലെ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഷാഡോസ് ഫുട്ബോൾ ടീം വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ പൈങ്കുളത്ത് യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം ഉന്നത്തൂർ മാരിയമ്മൻ കോവിലിനു സമീപം കരിയർക്കോട് വീട്ടിൽ ശിവന്റെ മകൻ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വീട്ടമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം. വടനംകുറിശി സ്വദേശിനി 41-കാരിയായ ജയന്തിയാണ് ചികിത്സയിൽ കഴിയുന്നത്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. തുക സമാഹരിക്കുന്നതിനായി വടനാംകുറിശ്ശിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ താമസിക്കുന്ന തെക്കുമുറിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 41 വയസ്സുള്ള ജയന്തിക്ക് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. 30/12/2022 ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തുടങ്ങിയത്. ഏകദേശം 10 ലക്ഷം രൂപയോളം ചികിത്സാ ചിലവിനായി ചെലവഴിച്ചു കഴിഞ്ഞു. സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇത്ര നാളത്തെയും ചികിത്സയ്ക്കുള്ള ചിലവുകൾ കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനായ ഗൃഹനാഥന് മറ്റൊരു ആശ്രയവുമില്ല. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും നിത്യ ചിലവുകളും താങ്ങാനാവാതെ വലയുകയാണ് ഈ കുടുംബം. തുടർ ചികിത്സയ്ക്ക് മാത്രമായി ഇനി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയമാകണം. ഒരു ഡയാലിസിസിന് 1500 രൂപ ചിലവ് വരുന്നുണ്ട്. മറ്റ് യാത്രാ ചിലവുകൾ വേറെയും. 1500 രൂപ വിലയുള്ള ഡയാലിസിസ് കിറ്റും വാങ്ങണം. 6 തവണ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. തുടർ ചികിത്സയ്ക്കായി ഈ മാസം 15-ാം തീയതി അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി
വാർഡ് മെമ്പർ VP സന്തോഷ് ചെയർമാനും TM ബിജു കൺവീനറും PK അബ്ബാസ് ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ചെയ്തു. നമുക്കിവിടെ കൂടുന്ന ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, പിന്നെ സമൂഹത്തിലെ ആളുകളെ നമുക്ക് ഏതൊക്കെ രൂപത്തിലത് സമീപിച്ച് നമുക്ക് എത്രത്തോളം രൂപ സമാഹരിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തരും ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. മറ്റേ ദീർഘമായ ഒരു പ്രസംഗമല്ല ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കൈനീട്ടുന്ന ഈ കുടുംബത്തിനായി നമുക്കും പങ്കുചേരാം. ജയന്തി ചികിത്സാ സഹായ നിധിക്കായി കുളപ്പള്ളി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 430000002124. ഗൂഗിൾ പേ നമ്പർ 81 57 92 23 59. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ EK നായനാർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് ജനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. സുമനസ്സുകൾ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് അതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയാണ്. ഇവിടെ സൊസൈറ്റിയുടെ ഭാഗമായി വീടുകൾ ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് കിടപ്പ് രോഗികളായ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി. EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി വിറ്റഴിച്ച സമ്മാന കൂപ്പണിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഒന്നാം സമ്മാനമായി അടിച്ച 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ തിരിച്ച് നായനാർ ചാരിറ്റിക്ക് തന്നെ സംഭാവനയായി നൽകിയ പത്തിരിപ്പാല സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തെ MLA അഭിനന്ദിച്ചു. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 1/2 ലക്ഷം രൂപയുടെ ആദ്യ സഹായം നൽകിയ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ, മണ്ണൂർ രാജകുമാരനുണ്ണി, CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, TR ശശി, ബ്ലോക്ക് അംഗം PS അബ്ദുൾ മുത്തലവി, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ സ്വാഗതവും VK മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ 29ാം വാർഷികത്തിന്റെ ഭാഗമായി കളിമുറ്റം സംഘടിപ്പിക്കും. 700 കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിമുറ്റം മെയ് 16, 17 തീയതികളിലായി പല്ലശനയിലാണ് സംഘടിപ്പിക്കുന്നത്. 16-ന് രാവിലെ 2 ദിവസത്തെയും കളിയുടെ അവതരണ രീതി നിശ്ചയിക്കപ്പെടുന്ന നറുക്കെടുപ്പ് നടക്കും. വൈകിട്ട് 5-ന് സ്വീകരണ ഘോഷയാത്രയും നടക്കും. പുത്തൻകാവിൽ നിന്നും കളിമുറ്റം വേദിയിലേക്കാണ് ഘോഷയാത്ര. തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കും. 2 ദിവസത്തെ കളിമുറ്റത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെ സമാപിക്കും. പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർകളിയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്നതിനും പ്രചാരണത്തിനുമായാണ് കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല്ലശ്ശേന ദേശം പ്രസിഡന്റ് ശബരി പ്രകാശ് അളിയത്ത്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പാലത്തിരുത്തി, KK APC വർക്കിംഗ് ചെയർമാൻ V. മുരളീധരൻ, ജനറൽ കൺവീനർ VA ബാബു, മുരളീധരൻ, കലാധരൻ എന്നിവർ പങ്കെടുത്തു. കന്യാർകളി പാലക്കാടിന്റെ മാത്രമായിട്ടുള്ള തനതായ ഒരു അനുഷ്ഠാന കലയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ നാടൻ കലയെ 10-30 ദേശങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ വർഷം 29ാമത്തെ വാർഷികമാണ്. അത് പല്ലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. 2ാം പ്രാവശ്യമാണ് പല്ലശ്ശേരി വെച്ച് നടക്കുന്നത്. 2006 ഒരിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ 2025 ഇതിലൂടെ വീണ്ടും ഞങ്ങൾ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. K. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയത്ത് പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മരിച്ചത് പാലക്കാട് പുതുപ്പള്ളി സ്വദേശികളായ 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ,
16-കാരൻ മുഹമ്മദ് ആദിൽ എന്നിവർ. കഴിഞ്ഞ ദിവസം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇന്നു രാവിലെ. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. അകമലയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഈ മാസം ഇത് 2ാം തവണ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.